അപ്പോൾ നാളെയാണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം കേട്ടോ. അപ്പോൾ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ തലേന്ന് ഞങ്ങൾ ദേവിയെ തൊഴുതാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ കേസ്. ഇന്നലെ എന്താ പറയുക, നല്ല മഴ പെയ്ത് നമ്മുടെ വെടിക്കെട്ടൊക്കെ ഉണ്ടല്ലോ, സാമ്പിൾ വെടിക്കെട്ടൊക്കെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ നനഞ്ഞ് അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പാടങ്ങളിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉത്രാളിക്കാവിൻ്റെ നമ്മൾ വെടിക്കെട്ടൊക്കെ ഉണ്ടാകുക. ഉത്രാളിക്കാവ് ക്ഷേത്രം നമുക്ക് മേലെ നിന്നൊരു വ്യൂ കാണാം കേട്ടോ ഗൈസ്. ഇതാകല്ല പന്തലും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, ആളുകളൊക്കെ വന്ന് തൊഴുതുണ്ട് കേട്ടോ അല്ലേ. ബാക്ക് നോക്ക് സൗ, ആ പന്തലുകൾ മേലെ പോലെ. ആദ്യം തന്നെ ഞങ്ങൾ ഭഗവതിയെ തൊഴുതിയിട്ട് ഭഗവതിക്കുള്ള മെയിനായിട്ടുള്ള വഴിപാട് നടത്താൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വഴിപാടിന് 15 രൂപയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചീട്ടാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വഴിപാട് കഥന പൊട്ടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ശ്രീ മഹാകാളി ക്ഷേത്രം. ആദിപരാശക്തിയായ മഹാകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വെടിക്കെട്ടിന് പേരുകേട്ടതുമായ ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് കേസ്. അപ്പോൾ ഈ വർഷത്തെ ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത് ഫെബ്രുവരി 24-ാം തീയതി, അതായത് നാളെയാണ് കേട്ടോ ഉത്രാളിക്കാവ് പൂരം. അപ്പോൾ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അതിമനോഹരമായൊരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തെ കേസ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പാടങ്ങളുടെ നടുവിലൂടെയുള്ള ആ റോഡും ഇവിടെ നിന്നുള്ള ആ കാഴ്ചയും ബാക്കിൽ ട്രെയിൻ പോകുന്ന ഇടയിലിടയിൽ ട്രെയിൻ വന്നു പോകുന്ന ആ കാഴ്ചകളൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഉത്രാളിക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു പൂരമാണ് ഉത്രാളിക്കാവ് പൂരം. പകൽ വെടിക്കെട്ടിന് പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ കേസ്. അപ്പോൾ ഉത്രാളിക്കാവ് പൂരത്തിന് പകൽ വെടിക്കെട്ടാണ് മെയിനായിട്ട് നമുക്ക് കാണാനും ഒക്കെ വരാറുള്ളത് കേട്ടോ. ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേസ്. പക്ഷേ ഞങ്ങളിന്ന് എന്താ പറയുക, ഇവിടെ എത്താൻ കുറച്ച് വൈകിട്ട് കേസ്. അപ്പോൾ ആ ചൂടും അതൊക്കെ കാരണം ഭയങ്കര ഇതിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ സാധാരണ ഞങ്ങൾ ഈവനിങ് ആയിട്ട് കേസ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ തൊഴുതാനൊക്കെ വരാറുള്ളത്. അല്ലെങ്കിൽ അതിരാവിലെ നേരത്തെ വന്ന് തൊഴുതാറാണ് കേട്ടോ പതിവ്. അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെയും മണപ്പുള്ളിക്കാവ് വേലയും യാക്കര വിശേഷ ക്ഷേത്രത്തിലെ പരിപാടികളും അവിടുത്തെ പന്തലിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ എന്തായാലും ഇവിടെയും നാളെ എന്തായാലും പൂരമാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ വന്ന് ദേവിയെ കണ്ട് തൊഴുതിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ കേസ്. അപ്പോൾ എന്താ പറയുക, ഈ ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അതും അല്ലാതെ ഇപ്പോൾ ഈ ഉത്രാളിക്കാവ് ഈ ഭാഗത്തൊക്കെ ഇന്നലെയൊക്കെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ്. വെടിക്കെട്ടിനൊക്കെ അത് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും മഴയൊക്കെ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ പൂരം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈവനിങ് വന്നാണെങ്കിൽ ഇവിടെ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കേസ്. പിന്നെ ഈ പന്തലിൻ്റെ ലൈറ്റ് ഒക്കെ നമുക്ക് ഇടുന്നതൊക്കെ കാണാമായിരുന്നു. പിന്നെ ആനച്ചമയുണ്ട് കേസ്. അത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം കാണാൻ പറ്റില്ല. ആനച്ചമയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ കേസ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഉത്രാളിക്കാവിൽ വന്ന് തൊഴുതി ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കേസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഉത്രാളിക്കാവ് പൂരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയിക്കുന്നുണ്ട് കേസ്. അതായത് ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടൊക്കെ കണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം കാണാൻ പറ്റില്ല കേട്ടോ കേസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങ് ദൂരെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇവിടെ ആൽമരം ഉണ്ടല്ലോ, അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേസ്. അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഉത്രാളിക്കാവിൽ എത്തിയിട്ട് ഉത്രാളിക്കാവിൽ പോയി ദേവിയെ തൊഴുതിയിട്ട് തിരിച്ചു വന്നു. അവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാകും കേട്ടോ. അതാണല്ലോ പന്തൽ, 2 സൈഡും പന്തലുകളൊക്കെ വന്നിട്ടുണ്ട്. നാളെയാണ് ഉത്രാളിക്കാവ് പൂരം കേട്ടോ. ആനച്ചമയ പ്രദർശനമൊക്കെ വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെയാണ്. പിന്നെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നാളെ കാണേണ്ട ഒരു കാഴ്ചയാണ് ഉത്രാളിക്കാവ് പൂരം. അപ്പോൾ പറ്റുന്നവരൊക്കെ വരിക കേട്ടോ. ഞാൻ ഷോർട്സ് മാത്രം ഇടാനാണ് സ്വഭാവം.
അപ്പോൾ ഉത്രാളിക്കാവിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ വഴിയിൽ കണ്ടാണ് കേട്ടോ മോര് സോഡയും കുടങ്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ദാഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അനാറിൻ്റെ കുടങ്കലക്കയാണ് കേട്ടോ. അപ്പോൾ സൗമ്യ മോരാണ്, മോര് സോഡ. ഓഹോ അടിപൊളി ടേസ്റ്റ്. എന്ത് കണ്ടില്ല, ഇത് അനാറാണ് കേട്ടോ ഗൈസ്. ഒരു നമ്മുടെ മൊന്തയിൽ ഫുള്ളായിട്ട് കിട്ടിട്ടോ. അതിൽ എന്താ അനാറും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മോരിൻ്റെ ഇതാണെങ്കിൽ നമ്മുടെ ഈ കുടത്തിലാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് നല്ല ദാഹിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഉത്രാളിക്കാവിൻ്റെ ആ ഭാഗത്തൂടെ വരുന്നവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട്, അതായത് നമ്മുടെ വേലൻ്റെ മണപ്പുള്ളിക്കാവ് വേലൻ്റെ വീഡിയോ ആയിട്ട് കാണാട്ടെ ഗൈസ്.